അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖീദ 12ാമത്തെ പാഠഭാഗമാണ്. അദ്ദർസുസ്സാനി അഷറ പാഠം 12 തഅ്ലീമു മാ അല്ലമല്ലാഹു. ആദ്യം നമുക്ക് ഈ പാഠഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. മിനൽ ഈമാനി തഅ്ലീമു മാ അല്ലമല്ലാഹു മിനൽ അഷ്ഖാസി വൽ അഷ്യാഇ വൽ ആസാരി വൽ അമാക്കിനി വൽ അയ്യാം വമിനൽ അഷ്ഖാസിൽ മുഅല്ലമത്തി നബിയുന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസായിറുൽ അംബിയാഇ അലൈഹിമുസ്സലാമു വൽ മലായികത്തു വ അഹ്ലു ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ ഔലിയാഉ വൽ ഉലമാഉ വസ്സുലഹാഉ വമിനൽ അഷ്യാഇൽ ഖുർആനുൽ കരീമു വകുതുബുൽ അഹാദീസി വൽ ഉലൂമുശ് ശർഇയ്യത്തു വ ആസാറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ കഅബത്തുശ് ശരീഫത്തു വ ബൈത്തുൽ മുഖദ്ദിസി വ ബഹീമത്തുൽ ഉളഹിയ്യ വമിനൽ മവാളിഉൽ മുശറഫത്തിൽ ഹറമാനിശ് ശരീഫാനി വ മൗളിഉ ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വറൗളത്തു വൽ മസാജിദു വസ്സഫ വൽ മർവ വസായിറു മശാഇറിൽ ഹജ്ജി വ മഖാബിറുൽ ഔലിയാഇ വസ്സാലിഹീന വ മജാലിസുൽ ഇൽമി വദ്ദിക്രി വമിനൽ അയ്യാമിൽ മുഅല്ലമത്തി യൗമു മീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അയ്യാമുൽ ഈദൈനി വൽ അഷ്ഹുറുൽ ഹുറുമു മുഹറം റജബ് ദുൽഖഅദ ദുൽഹിജ്ജ വ ശഹ്റു റമളാന വ ലൈലത്തുൽ ഖദ്രി വ ലൈലത്തുൽ ബറാഅത്തി വ യൗമുൽ ജുമുഅത്തി വ യൗമു അറഫത്തി വ യൗമുത് താസുആഇ വൽ ആശൂറാ വസ്സഹാബത്തു യതബറകൂന ബി ആസാരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശഅരിഹി വ ളുഫ്രിഹി വ സിയാബിഹി വ കാനൂ യസ്തഹിമൂന ലിജംഇ വുളൂഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ യംസഹൂന ബിഹി അബ്ദാനഹും وعن المسوري وغيره رضي الله عنه قال فإذا تولى النبي صلى الله عليه وسلم كادوا يقتتلون على وضوئه. وفي صحيح البخاري عن ابن سيرين رضي الله عنه أنه قال قلت لعبيدة عندنا من شاعر النبي صلى الله عليه وسلم أصبناه من قبل أنس رضي الله عنه أو قبل أهل أنس رضي الله عنه فقال لأن تكون عندي شعرة منه أحب إلي من الدنيا وما فيها. وعن أسماء بنت أبي بكر رضي الله عنها قالت هذه جبة رسول الله صلى الله عليه وسلم كانت عند عائشة رضي الله عنها حتى قبلت فلما قبلتها وكان النبي صلى الله عليه وسلم يلبسها فنحن نغسلها للمرضى يستشفى بها كذلك يجوز التبرك بآثار غيره صلى الله عليه وسلم من الأنبياء والصلحاء. പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. പാഠഭാഗത്തിൻ്റെ അർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പായി വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്നാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. അദ്ദർസുസ്സാനി അഷറ പാഠം 12 തഅ്ലീമു മാ അല്ലമല്ലാഹു. അല്ലാഹു തആല ആദരിച്ചവയെ ആദരിക്കൽ. മിനൽ ഈമാനി തഅ്ലീമു മാ അല്ലമല്ലാഹു മിനൽ അഷ്ഖാസി വൽ അഷ്യാഇ വൽ ആസാരി വൽ അമാക്കിനി വൽ അയ്യാം. അല്ലാഹു തആല ആദരിച്ച വ്യക്തികൾ, വസ്തുക്കൾ, തിരുശേഷിപ്പുകൾ, സ്ഥലങ്ങൾ, ദിവസങ്ങൾ എന്നിവയെ ആദരിക്കൽ വിശ്വാസത്തിൽ പെട്ടതാണ്. വമിനൽ അഷ്ഖാസിൽ മുഅല്ലമത്തി നബിയുന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസായിറുൽ അംബിയാഇ അലൈഹിമുസ്സലാമു വൽ മലായികത്തു വ അഹ്ലു ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഔലിയാഉ വൽ ഉലമാഉ വസ്സുലഹാ.
നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മറ്റു നബിമാർ, മലക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാർ, ഔലിയാക്കൾ, ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരെല്ലാം ഉന്നതരായ വ്യക്തികളിൽപ്പെട്ടവരാണ്. അപ്പോൾ ഉന്നതരായ വ്യക്തികളിൽപ്പെട്ടത് ആരൊക്കെയാണ്? നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റ് നബിമാരും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാരും ഔലിയാക്കളും ഉലമാക്കളും സ്വാലിഹീങ്ങളും എല്ലാവരും ഉന്നതരായ വ്യക്തികളിൽപ്പെട്ടവരാണ്. നമുക്ക് ആദരിക്കൽ നിർബന്ധമായതപ്പോൾ എന്തൊക്കെയാണ്? അല്ലാഹു തആല ആദരിച്ച വ്യക്തികളും വസ്തുക്കളും തിരുശേഷിപ്പുകളും സ്ഥലങ്ങളും ദിവസങ്ങളും എല്ലാം നമുക്ക് ആദരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതിൽ തന്നെ അല്ലാഹു തആല ആദരിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതുപോലെ മറ്റ് നബിമാർ, മലക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം, ഔലിയാക്കൾ, ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരെല്ലാം നമ്മൾ ബഹുമാനിക്കൽ നിർബന്ധമാണല്ലേ, വിശ്വാസത്തിൽ പെട്ടതാണ്. വമിനൽ അഷ്യാഉൽ ഖുർആനുൽ കരീമു വകുതുബുൽ അഹാദീസി വൽ ഉലൂമി ശർഇയ്യത്തു വആസാറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ കഅബത്തു ശരീഫത്തു വബൈത്തുൽ മുഖദ്ദിസി വബഹീമത്തുൽ ഉദ്ഹിയ്യ. പരിശുദ്ധ ഖുർആൻ. പിന്നെന്തൊക്കെ കാര്യങ്ങളാണ്? പരിശുദ്ധ ഖുർആൻ, ഹദീസ് ഗ്രന്ഥങ്ങൾ, ശർഇയായ ഇൽമുകൾ, തിരുശേഷിപ്പുകൾ, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷിപ്പുകൾ, പരിശുദ്ധ കഅബ, ബൈത്തുൽ മുഖദ്ദിസ്, ഉദ്ഹിയ്യത്ത് മൃഗങ്ങൾ, ഉദ്ഹിയ്യ അറുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള മൃഗങ്ങൾ, ഇവയെല്ലാം നമ്മൾ ആദരിക്കപ്പെടേണ്ട വസ്തുക്കളിൽപ്പെട്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? പരിശുദ്ധ ഖുർആൻ, ഹദീസ് ഗ്രന്ഥങ്ങൾ, പിന്നെ ശർഇയായ ഇൽമുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ, കഅബ ഷരീഫ്, ബൈത്തുൽ മുഖദ്ദിസ്, ഉദ്ഹിയ്യ മൃഗങ്ങൾ, ഇവയെല്ലാം ആദരിക്കപ്പെടേണ്ടതാണ്. വമിനൽ മവാദിഉൽ മുശറഫത്തുൽ ഹറമാനി ഷരീഫാനി വമൗളിഉ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറൗളത്തു വൽ മസാജിദു വസ്സഫ വൽ മർവ വസായിറു മശാഇരിൽ ഹജ്ജി വമഖാബിറുൽ ഔലിയാഇ വസ്സാലിഹീന വമജാലിസുൽ ഇൽമി വദ്ദിക്ർ. 2 പരിശുദ്ധ ഹറമുകൾ. ഹറമാനി മീൻസ് പരിശുദ്ധമാക്കപ്പെട്ട 2 ഹറമുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൻ്റെ സ്ഥലം, പിന്നെ റൗള, പള്ളികൾ, സൊഫ മർവ, ഹജ്ജിൻ്റെ മറ്റ് ചിഹ്നങ്ങൾ, ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകൾ, ഇൽമിൻ്റെയും ദിക്റിൻ്റെയും മജ്ലിസുകൾ എന്നിവ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് പെടുന്നത്. വമിനൽ അയ്യാമിൽ മുഅല്ലമത്തി യൗമു മീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അയ്യാമുൽ ഈദൈനി വൽ അഷ്ഹുറു ഹുറുമു മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ വശഹ്റു റമളാന വലൈലത്തുൽ ഖദ്രി വലൈലത്തുൽ ബറാഅത്തി വയൗമുൽ ജുമുഅത്തി വയൗമു അറഫ വയൗമു തസുആഇ വൽ ആഷുറാഇ. അപ്പോൾ ദിവസങ്ങൾ ഏതൊക്കെയാണ്? ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, നബിദിനം എന്ന് നമ്മൾ പറയത്തില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം. പിന്നെന്താണ്? അയ്യാമുൽ ഈദൈനി 2 പെരുന്നാൾ ദിനങ്ങൾ, അഷ്ഹുറുൽ ഹുറുമു പിന്നെ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ, മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ പോലുള്ള മാസങ്ങൾ. പിന്നെ റമളാൻ മാസം, ഷഹ്റു റമളാൻ മാസം, ലൈലത്തുൽ ഖദ്റിൻ്റെ ദിവസം, വൽ ബറാഅത്ത് രാവ്, വയൗമുൽ ജുമുഅത്തി വെള്ളിയാഴ്ച ദിവസം, വയൗമു അറഫ ദിനം, വയൗമു തസുആഉ വൽ ആഷുറാഉ തസുആഉം ആഷുറാഉം ദിനങ്ങളും. ഈ ദിവസങ്ങളൊക്കെയാണ് ആദരിക്കപ്പെടേണ്ട ദിവസങ്ങൾ. അപ്പോൾ ദിവസങ്ങളിൽ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ കുറിച്ചാണ്. വസ്സഹാബത്തു യതബറകൂന ബി ആസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശഅരിഹി വളുഫ്രിഹി വസിയാബിഹി വകാനു യസ്തഹിമൂന ലിജംഇ
വലോ ഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയംസഹൂന ബിഹി അബ്ദാനഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ, അതായത് അദ്ദേഹത്തിൻ്റെ മുടി, നബി തങ്ങളുടെ മുടി, നഖം, വസ്ത്രങ്ങൾ എന്നിവ കൊണ്ട് സ്വഹാബാക്കൾ ബറക്കത്തെടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്ത വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വഹാബാക്കൾ എന്ത് ചെയ്യുമായിരുന്നു? മത്സരിക്കുമായിരുന്നു അല്ലേ? അവർ വയംസഹൂന ബിഹി അബ്ദാനഹും, അവർ നബി തങ്ങൾ വുളൂ ചെയ്ത വെള്ളം കൊണ്ട് ശരീരം തടകുമായിരുന്നു. വഅനിൽ മിസ്വരി വഗൈരിഹി റളിയല്ലാഹു അൻഹു, മിസ്വർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, വഇദാ തവല്ലഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാദു യഖ്തതിലൂന അലാ വുളൂഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്താൽ അവർ തങ്ങളുടെ വുളൂ ചെയ്ത വെള്ളം ശേഖരിക്കാൻ സമരം ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ശേഖരിക്കുന്നത്? അവരതിൻ്റെ ബറക്കത്തെടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലേ? അതുകൊണ്ട് അവർ ശരീരം തടകുമായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്തിരുന്നത്. നബി തങ്ങൾ ഉപയോഗിച്ച സാധനങ്ങൾ കൊണ്ട് അവർക്ക് ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ നബി തങ്ങളുടെ മുടിക്കും അതുപോലെ തന്നെ നഖത്തിനും വസ്ത്രത്തിനും അതുപോലെ നബി തങ്ങൾ വുളൂ ചെയ്ത വെള്ളത്തിനും ഒക്കെ വേണ്ടിയിട്ട് മത്സരിച്ചിരുന്നത്. വഫി സ്വഹീഹുൽ ബുഖാരി അൻ ഇബ്നു സീരീന റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖുൽതു ലി ഉബൈദത ഇൻദന മിൻ ഷഅരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസബ്നാഹു മിൻ ഖിബലി അനസ് റളിയല്ലാഹു അൻഹു ഔ ഖിബലി അഹ്ലി അനസ് റളിയല്ലാഹു അൻഹു ഫഖാല ലഅൻ തകൂന ഇൻദി ഷഅറത്തുൻ മിൻഹു അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹ. സ്വഹീഹ് ബുഖാരിയിൽ സീരീൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നും ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി നമ്മുടെ അടുക്കലുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയിൽ നിന്നൊരു മുടി എൻ്റെ അടുക്കൽ ഉണ്ടാകൽ ദുനിയാവും അതിലുള്ള വസ്തുക്കളെക്കാളേറെയും എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണ്. അപ്പോൾ നബി തങ്ങളുടെ ഒരു മുടി എൻ്റെ അടുക്കലുണ്ടെങ്കിൽ അത് ഈ ലോകത്തേക്കാളും ഈ ദുനിയാവിനേക്കാളും അതിലുള്ള വസ്തുക്കളെക്കാളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വഅൻ അസ്മാ ബിൻതി അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു ഖാലത്ത് ഹാദിഹി ജുബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്ത് ഇൻദ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഹത്താ ഖുബിലത്ത് ഫലമ്മ ഖുബിലത്ത് ഖബലത്തുഹ വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹ ഫനഹനു നഗ്സിലുഹ ലിൽമറള മുസ്തഷ്ഫ ബിഹ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജുബ്ബയാണ്. തങ്ങൾ വഫാത്താകുന്നത് വരെ ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പക്കലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ അതിനെ ഞാനെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ധരിക്കുമായിരുന്നു. ഞങ്ങൾ അതിനെ കഴുകി അതുകൊണ്ട് രോഗികൾക്ക് രോഗശമനം തേടിയിരുന്നു. വകദാലിക അപ്രകാരം തന്നെ യജൂസു തബറുക്ക ബി ആസാരി ഗൈരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ അംബിയാഇ വസ്സുലഹാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെയുള്ള മറ്റു നബിമാരുടെയും സാലിഹ്യങ്ങളുടെയും തിരുശേഷിപ്പുകൾ കൊണ്ട് ബറക്കത്തെടുക്കൽ ജായിസാണ്. ഖാല അല്ലാഹു തആല പറഞ്ഞു, വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു തആല പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് ഹൃദയങ്ങളുടെ ഭയഭക്തിയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാഠഭാഗം എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? അല്ലാഹു തആല ആദരിച്ച വസ്തുക്കളെ ആദരിക്കണം എന്ന കാര്യമാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. അല്ലാഹു തആല എന്തിനൊക്കെയാണ് ആദരിച്ചിരിക്കുന്നത്? മിനൽ അഷ്ഖാസി വ്യക്തികളെ ആദരിച്ചിരിക്കുന്നു, അഷ്യ ഈ വസ്തുക്കളെ ആദരിച്ചിരിക്കുന്നു, ആസാരി നിബിധങ്ങളുടെ തിരുശേഷിപ്പുകൾ ആദരിച്ചിരിക്കുന്നു, വൽ അമാക്കിനി സ്ഥലങ്ങളെ ആദരിച്ചിരിക്കുന്നു, വൽ അയ്യാമി ദിവസങ്ങളെയും ആദരിച്ചിരിക്കുന്നു. വമിനൽ അഷ്ഖാസിൽ മുഅല്ലമതി വ്യക്തികളിൽ ആരൊക്കെയാണ് ആദരിച്ചിരിക്കുന്നത്? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചിരിക്കുന്നു. വസാഇറുൽ അംബിയാ അലൈഹിസ്സലാം
മറ്റു നബിമാരെ ആദരിച്ചിരിക്കുന്നു. വൽ മലായികത്തു മലക്കുകളെ ആദരിച്ചിരിക്കുന്നു. വ അഹ്ലു ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനെയും ആദരിച്ചിരിക്കുന്നു. വൽ ഔലിയാക്കന്മാരെയും വൽ ഉലമാക്കളെയും വസ്സുലഹാ സ്വാലിഹ്യങ്ങളെയും ആദരിച്ചിരിക്കുന്നു. അപ്പോൾ അവരെയെല്ലാം ആദരിക്കൽ നമുക്കും നിർബന്ധമാണ് അല്ലേ. വമിനൽ അഷ്യ ഈ വസ്തുക്കളിൽ നിന്നും എന്തിനെയൊക്കെയാണ് ആദരിച്ചിരിക്കുന്നത്? വൽ ഖുർആനുൽ കരീം ഖുർആനെ അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു. വകുത്തുബുൽ അഹാദീസ് ഹദീസ് ഗ്രന്ഥങ്ങളെ ആദരിച്ചിരിക്കുന്നു. വൽ ഉലൂമു ശർഈയായ നിയമങ്ങളെയും അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു. പിന്നീട് എന്താണ്? ആസാറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ. വൽ കഅബ ഷരീഫ് വ ബൈത്തുൽ മുഖദ്ദിസ് വ ബഹീമത്തുൽ ഉളഹിയ മൃഗങ്ങളെയും ആദരിക്കുവാൻ പറഞ്ഞിരിക്കുന്നു അല്ലേ. അടുത്തത് വമിനൽ മവാദിഇൽ മശറഫത്തുൽ ഹറമാനി. ഇനി സ്ഥലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സ്ഥലങ്ങളിൽ ഏതിനെയൊക്കെ ബഹുമാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? വമിനൽ മവാദിഇൽ മശറഫത്തുൽ ഹറമാനി ഷരീഫാനി. രണ്ട് ഹറമുകളെ നമ്മൾ പരിശുദ്ധമായ 2 ഹറമുകളെ ആദരിക്കണം. അപ്പോൾ മൗദിഉ ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനെ നമ്മൾ ബഹുമാനിക്കണം. വർ റൗള ഷരീഫ് വൽ മസാജിദു പരിശുദ്ധമായ പള്ളികൾ. വസ്സഫ വൽ മർവ സഫായും മർവയും. വസായിരു മശാഇറുൽ ഹജ്ജിൻ്റെ മറ്റു ചിഹ്നങ്ങളും. വ മഖാബിരിൽ ഔലിയാക്കന്മാരുടെ ഖബറുകൾ. സ്വാലിഹ്യങ്ങളുടെയും. വ മജാലിസുൽ ഇൽമി വ ദിക്രി ഇൽമിൻ്റെയും ദിക്റിൻ്റെയും മജ്ലിസുകളെയും നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. വമിനൽ അയ്യാമി ദിവസങ്ങളിൽ നിന്ന് ഏതൊക്കെയാണ് നമ്മൾ ആദരിക്കേണ്ടത്? യൗമുൽ മീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നബിദിനം. അയ്യാമുൽ ഈദൈനി 2 പെരുന്നാൾ ദിവസങ്ങൾ. വൽ അഷ്ഹുറുൽ ഹുറുമി പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ പോലെയുള്ളത്. പിന്നെ വശഹ്റു റമളാൻ മാസം. വ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം. വ ലൈലത്തുൽ ബറാഅത്ത് ദിവസം. വയോമുൽ ജുമുഅത്തി വെള്ളിയാഴ്ച ദിവസം. വയോമു അറഫ ദിനം. വയോമു തസുആ വൽ ആഷുറാ ദിവസങ്ങൾ. ഈ ദിവസങ്ങളെയും നമ്മൾ ആദരിക്കണം. വസ്സഹാബത്തു യതബറകൂന ബി ആസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് സഹാബത്ത് ബറക്കത്തെടുക്കുമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെ തിരുശേഷിപ്പുകൾ കൊണ്ടാണ്? ബിഷഅരിഹി അദ്ദേഹത്തിൻ്റെ മുടി കൊണ്ട്. വളുഫിരിഹി അദ്ദേഹത്തിൻ്റെ നഖം കൊണ്ട്. വസിയാബിഹി അദ്ദേഹത്തിൻ്റെ വസ്ത്രം കൊണ്ട്. വകാനു യസ്ദഹിമൂന ലി ജംഇ വുളു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു ചെയ്ത വെള്ളം കൊണ്ട്. വയംസഹൂൻ അവർ തടകുമായിരുന്നു. ബിഹി അബ്ദാനിഹി അവരുടെ ശരീരം മുഴുവൻ അവർ ആ വെള്ളം കൊണ്ട് തടകുമായിരുന്നു. വഅനിൽ മിസ്വരി വ ഗൈരിഹി റളിയല്ലാഹു അൻഹു മിസ്വർ റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞിരിക്കുന്നത്? നബി തങ്ങൾ വുളു ചെയ്ത വെള്ളം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മത്സരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അടുത്തത് നബി തങ്ങളുടെ മുടി എൻ്റെ അടുക്കലുണ്ടായിരുന്നു എങ്കിൽ അതെനിക്ക് ഈ ദുനിയാവിനേക്കാളും മഹത്തരമായേനെ, അതിലുള്ള വസ്തുക്കളെക്കാളും മഹത്തരമായേനെ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ വുളു ചെയ്ത വെള്ളം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുടിയും അദ്ദേഹത്തിൻ്റെ വസ്ത്രവും വരെ സൂക്ഷിച്ച് വെക്കുന്നത് വലിയ പുണ്യമായിട്ടും വലിയ മഹത്തരമായിട്ടും നമ്മൾ കാണുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ വസ്ത്രം കഴുകിയ വെള്ളം കൊണ്ട് രോഗശിഫ നൽകിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെയുള്ള മറ്റ് നബിമാരുടെയും സ്വാലിഹ്യങ്ങളുടെയും തിരുശേഷിപ്പ് കൊണ്ടും ബറക്കത്തെടുക്കൽ ജായിസാണെന്ന് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പാഠഭാഗം എന്താണെന്ന് നന്നായി മനസ്സിലായല്ലോ. അല്ലാഹു തആല ആദരിച്ച വസ്തുക്കളും വ്യക്തികളും സ്ഥലങ്ങളും തിരുശേഷിപ്പുകളും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. ദിവസങ്ങളും ഒക്കെ മനസ്സിലായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. അപ്പോൾ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. അജിബ്
മാതാ കാല ഉബൈദത്തു അൻ ഷഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയെക്കുറിച്ച് ഉബൈദ എന്താണ് പറഞ്ഞത്? ല അൻ തകൂന ഇൻദി ഷഅറത്തുൻ മിൻഹു അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയിൽ നിന്നൊരു മുടി എൻ്റെ അടുക്കൽ ഉണ്ടാകൽ ദുനിയാവും അതിലുള്ള വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാതാ കാലത്ത് അസ്മാ റളിയല്ലാഹു അൻഹ അൻ ജുബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജുബ്ബയെ സംബന്ധിച്ച് അസ്മാ റളിയല്ലാഹു അൻഹ എന്താണ് പറഞ്ഞത്? വഅൻ അസ്മാ ബിന്ത് അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്ത് ഇൻദ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഹത്താ ഖുബിലത്ത് ഫലമ്മാ ഖുബിലത്ത് ഖബലത്തുഹാ വകാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹാ ഫനഹ്നു നഗ്സിലുഹാ ലിൽ മർള യുസ്തഷ്ഫാ ബിഹാ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജുബ്ബയാണ്. തങ്ങൾ വഫാത്താകുന്നത് വരെ ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പക്കലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ഞങ്ങൾ അതിനെ എടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ധരിക്കുമായിരുന്നു. ഞങ്ങൾ അതിനെ കഴുകി അതുകൊണ്ട് രോഗികൾക്ക് രോഗശമനം തേടുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. മാഹിയ അൽ അഷ്ഹുറുൽ ഹുറും. ആദരിക്കപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ മാസങ്ങളാണ് ആദരിക്കപ്പെടുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ എന്നീ മാസങ്ങളാണ് ആദരിക്കപ്പെടുന്നത്. മാഹിയ അൽ ഹറമാനി ഷെരീഫാനി. രണ്ട് ഹറമുകൾ ഏതൊക്കെ? പരിശുദ്ധമാക്കപ്പെട്ട ഹറമുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കയും മദീനയുമാണത്. ബയ്യിൻ മാ അള്ളമല്ലാഹു മിനൽ അഷ്ഖാസി വൽ അയ്യാം. പരിശുദ്ധമാക്കപ്പെട്ട വ്യക്തികളെയും ദിവസങ്ങളെയും രണ്ട് കോളങ്ങളാക്കി തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, പട്ടികപ്പെടുത്താനാണ്. അൽ അഷ്ഖാസുൽ മുക്കറമ. വ്യക്തികൾ ആരൊക്കെയാണ്? അൽ അഷ്ഖാസുൽ മുഅല്ലമത്തി നബിയുന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസായിറുൽ അംബിയാ അലൈഹിസ്സലാം വൽ മലായിക്കത്തു വൽ അഹ്ലുൽ ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഔലിയാഉ വൽ ഉലമാഉ വസ്സുലഹാഉ. ഇത്രയുമാണ് പരിശുദ്ധമാക്കപ്പെട്ട വ്യക്തികൾ. ഓരോന്നോരോന്നായിട്ട് എഴുതുക. ഇനി അൽ അയ്യാമുൽ മുഅല്ലമ, പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. വമിനൽ അയ്യാമി മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം. അയ്യാമുൽ ഈദൈനി, രണ്ട് പെരുന്നാൾ ദിവസങ്ങൾ. അഷ്ഹുറുൽ ഹുറും, മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ മാസങ്ങൾ. വശഹ്റു റമളാൻ, റമളാൻ മാസം. അതിനോടൊപ്പം ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം. ലൈലത്തുൽ ബറാഅത്ത് ദിവസം. വയൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. വയൗമു അറഫ, അറഫ ദിനം. വയൗമു തസ്വാ വൽ ആഷുറാ, തസ്വാ ആഷുറാ ദിനങ്ങൾ. ഇതിത്രയും ഈ കോളത്തിലും എഴുതണം. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതോടുകൂടി നമ്മുടെ ചോദ്യോത്തരങ്ങളെല്ലാം അവസാനിക്കുകയാണ്. കുറച്ച് ചോദ്യോത്തരങ്ങൾ മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിലധികം ചോദ്യോത്തരങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ. പാഠഭാഗം നന്നായി വായിച്ചു പഠിക്കുക, മനസ്സിലാക്കുക, അർത്ഥം നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. മലയാളത്തിൽ കുറച്ച് ചോദ്യോത്തരങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. എന്തിനെയൊക്കെ ആദരിക്കലാണ് വിശ്വാസത്തിൽ പെടുന്നത്? അള്ളാഹു ആദരിച്ച വ്യക്തികൾ, വസ്തുക്കൾ, തിരുശേഷിപ്പുകൾ, സ്ഥലങ്ങൾ, ദിവസങ്ങൾ എന്നിവയെ ആദരിക്കൽ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അള്ളാഹു ആദരിച്ച വ്യക്തികൾ ആരൊക്കെ? നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു നബിമാർ, മലക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാർ, ഔലിയാക്കൾ, ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരെല്ലാം അള്ളാഹു ആദരിച്ച വ്യക്തികളിൽപ്പെട്ടവരാണ്. ആദരിക്കപ്പെടേണ്ട വസ്തുക്കൾ ഏതൊക്കെ? പരിശുദ്ധ ഖുർആൻ, ഹദീസ് ഗ്രന്ഥങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ, പരിശുദ്ധ കഅബ, ബൈത്തുൽ മുഖദ്ദസ്, ഉളഹിയ മൃഗങ്ങൾ എന്നിവ ആദരിക്കേണ്ട വസ്തുക്കളാണ്. ആദരിക്കപ്പെടേണ്ട ദിവസങ്ങൾ ഏതൊക്കെ?
നബിയുടെ ജന്മദിനം, 2 പെരുന്നാൾ ദിനങ്ങൾ, പവിത്രമായ മാസങ്ങൾ മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, റമളാൻ മാസം, ലൈലത്തുൽ ഖദർ, വെള്ളിയാഴ്ച, അറഫ ദിനം, താസുആ, ആഷുറാ എന്നിവ ആദരിക്കപ്പെടേണ്ട ദിവസങ്ങളാണ്. നബിയുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് സ്വഹാബാക്കൾ ബർക്കത്തെടുത്തിരുന്നത് എങ്ങനെയായിരുന്നു? നബിയുടെ തിരുശേഷിപ്പുകൾ, അതായത് മുടി, നഖം, വസ്ത്രം എന്നിവ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് സ്വഹാബാക്കൾ ബർക്കത്തെടുക്കുമായിരുന്നു. നബി തങ്ങൾ വുളൂ ചെയ്ത വെള്ളം ശേഖരിക്കാൻ അവർ മത്സരിക്കുമായിരുന്നു. അതുകൊണ്ട് അവർ ശരീരം തടകുമായിരുന്നു. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്താണ്? ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉബൈദയോട് പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ച നബിയുടെ മുടി നമ്മുടെ അടുക്കൽ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയുടെ ഒരു മുടി എൻ്റെ അടുക്കൽ ഉണ്ടാകൽ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് പ്രിയങ്കരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബയെക്കുറിച്ച് അസ്മാ റളിയല്ലാഹു അൻഹ എന്തു പറഞ്ഞു? ഞങ്ങൾ അതിനെ കഴുകി അതുകൊണ്ട് രോഗികൾക്ക് രോഗശമനം തേടുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.